അല്ല ഞങ്ങളുടെ അടുത്ത് വന്ന് ലിസ്റ്റ് എടുത്ത പെൺകുട്ടി മദ്യത്തിൻ്റെ ഒക്കെ പേരൊക്കെ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ഇന്ന ബ്രാൻഡുണ്ട്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ആ പെൺകുട്ടി ഭക്ഷണം എടുക്കാൻ പോയി. ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്നതും ആ പെൺകുട്ടിയാണ്. ഞങ്ങൾ ഇരുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ കൗണ്ടറിൽ 2 തമിഴ് ആൾക്കാരിരിപ്പുണ്ട്. അപ്പം അവരെ കസ്റ്റമർ കെയറായിട്ട് നിൽക്കുന്ന അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വേറൊരു പെൺകുട്ടിയാണ്. ഞങ്ങൾ ചെന്ന സമയം തൊട്ട്, അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേ അവരോട് ഇരിപ്പുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ എഴുന്നേറ്റ് പോയിട്ടും അവരോട് നിന്ന് പോയിട്ടില്ല. അവരിങ്ങനെ ആ പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിയോട് നിന്ന് ഫോട്ടോ എടുക്കുന്നു. ആ പെൺകുട്ടി അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു അവരൊരു 500 ml 750 ml വരുന്ന ബിയറാന്ന് തോന്നുന്നു. ഒരു 10-15 ബോട്ടിലോളം ബിയർ ഈ 2 പേരും ചേർന്ന് കുടിച്ചു തീർത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് സ്നാക്സും അല്ലെങ്കിൽ ചിക്കൻ 65 മറ്റു കാര്യങ്ങളൊക്കെ അവർ ഓർഡർ കൊടുക്കുന്നുണ്ട്. ഈ പെൺകുട്ടി അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ, മാന്യമായ രീതിയിൽ, നല്ല രീതിയിൽ നിന്ന് സംസാരിച്ച് മറുപടി കൊടുക്കുകയാണ്. സാധാരണ രീതിയിലൊരു മലയാളി എന്ന നിലയിൽ നമ്മളിത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കാണാത്ത ഒരു കാഴ്ചയായിരുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെയുള്ള പല ആൾക്കാരും കാണാത്തൊരു കാഴ്ചയായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതും, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് തോന്നിയത് പറഞ്ഞാൽ ഇതെല്ലാം ഒരു പോക്ക് കേസാണ്. ഈ പെൺകുട്ടികളെല്ലാം മോശമായ ഒരു രീതിയിൽ, കാരണം ഇങ്ങനെ ആണുങ്ങൾ വരുന്നു, അവർക്ക് ഭക്ഷണം മദ്യം വിളമ്പി കൊടുക്കുന്നു, അവർ പറയുന്ന അവരുടെ ആഗ്രഹത്തിനൊക്കെ ചിലപ്പോൾ വഴങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങളായിരിക്കും എന്നൊരു ധാരണയിൽ നിന്നു.